നമസ്കാരം. 10-ാം പടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജൂൺ 22 ഞായർ മുതൽ ജൂൺ 28 ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ച 12 കൂറുകാർക്കും, അതായത് 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. 23-ാം തീയതി ബുധൻ മിഥുനത്തിൽ നിന്നും കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കുന്നു. ആദ്യം മേടക്കൂറ്, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ കാൽഭാഗം. സ്വന്തം വ്യക്തിത്വത്തിൻ്റെ ആകർഷണീയത കൊണ്ടും തങ്ങൾക്ക് അറിയാവുന്ന മേഖലകളിൽ ഏറ്റവും നന്നായി ശോഭിക്കാൻ സാധിക്കുന്ന കർമ്മസപര്യ കൊണ്ടും ഈ ആഴ്ച പൊതുവെ ഗുണകരമാണ് മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്. സ്വന്തം സൗന്ദര്യം, അതുപോലെ തന്നെ വ്യക്തിത്വം, അതുപോലെ തന്നെ ആരോഗ്യ സൗഷ്ഠവമായ ശരീരം, ഇതെല്ലാം കൊണ്ട് തന്നെ ഈ നക്ഷത്രത്തിൽപ്പെട്ട മേടക്കൂറിൽപ്പെട്ട നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ മറ്റുള്ളവരുടെ ആകർഷണീയത തങ്ങളിലേക്ക് അടുപ്പിക്കാൻ സാധിക്കും എന്ന് കാണിക്കുന്നു. മറ്റുള്ളവരുടെ ആദരവും അതുപോലെ തന്നെ അവരുടെ ശ്രദ്ധയും പിടിച്ചുപറ്റാൻ സാധിക്കും. അത് അവരുടെ കർമ്മ മേഖലയെ, അവരുടെ പ്രവർത്തന മേഖലയെ, അവരുടെ മനസ്സിൻ്റെ സന്തോഷത്തെ വർദ്ധിപ്പിക്കുന്നതായും കാണുന്നു. അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിൽപ്പെട്ടവരുടെ സ്കില്ലുകൾ, അതായത് അവർക്കറിയാവുന്ന കഴിവുകൾ, തങ്ങളുടെ സിദ്ധികൾ, അത് ഉപയോഗിച്ച് നന്നായി അവർക്ക് ശോഭിക്കാൻ സാധിക്കും അവരുടെ കർമ്മരംഗത്ത്. ഈ നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥിനികൾക്ക് വളരെ നല്ല ഒരു പഠനത്തിൻ്റെ വാരമാണ് കാണുന്നത്. നന്നായി പഠിക്കാൻ സാധിക്കുന്നു. തങ്ങൾ പഠിക്കുന്ന സ്കൂളിലും അതുപോലെ തന്നെ മറ്റിടങ്ങളിലുമൊക്കെ, പ്രവർത്തിക്കുന്ന ഇടങ്ങളിലുമൊക്കെ, വിദ്യാഭ്യാസ സംബന്ധമായ ഇടങ്ങളിലുമൊക്കെ തന്നെ അവർക്ക് നന്നായി ഷൈൻ ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് കാണുന്നത്. പൊതുവേ വളരെ ഗുണകരമായ ഒരു അന്തരീക്ഷം ഈ ഒരു അവസ്ഥയിൽ ഇവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സാമ്പത്തികമായ കാര്യത്തിൽ മേടക്കൂറുകാർ ഈ ആഴ്ചയും ശ്രദ്ധിക്കണം. വലിയ നഷ്ടങ്ങളൊന്നും വരുമെന്നോ അല്ലെങ്കിൽ വലിയ സാമ്പത്തിക പ്രശ്നം ഉണ്ടാകുമോ എന്നുമല്ല പറയുന്നത്. പക്ഷേ ക്രമാതീതമായ ചെലവുകൾ നടത്തുന്നവർക്കോ അല്ലെങ്കിൽ ധാരാളിത്തം ഉള്ളവർക്കോ സൂക്ഷിക്കേണ്ടിയിരിക്കും ഈ ആഴ്ച. കാരണം അവരുടെ വ്യാഴം 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് സാമ്പത്തികമായ ഒരു പരുങ്ങൽ അവസ്ഥ ഉണ്ടായേക്കാം. എന്നാൽ കൃത്യമായ നിയന്ത്രണങ്ങളോടുകൂടി, ക്രമീകരണങ്ങളോടുകൂടി മുന്നോട്ട് പോകുന്നവർക്ക് ഇത് വലിയ ദോഷമായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങേ അറ്റത്തെ നിയന്ത്രണം വേണമെന്നല്ല, ഒരുവിധം പരിചയപ്പെട്ടു പോകാവുന്ന സാഹചര്യങ്ങളുമായി ഇവർക്ക് നന്നായി ഇഴങ്ങിച്ചേർന്ന് പോകാൻ സാധിക്കുമെന്ന് തന്നെ കാണുന്നു. അമിതമായ ചിലവോ അമിതമായ മറ്റെന്തെങ്കിലുമൊക്കെ പ്രകടനപരതയോ ഉള്ളവർക്ക് മാത്രമാണ് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലും വലിയ ദോഷങ്ങൾ ഉണ്ടാകാനുള്ള ഇടയില്ല. ഒരു ആവറേജ് തലത്തിലായിരിക്കും ഇവർ പോകുന്നത്. എന്നാൽ ചെസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ചില അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, അലർജി അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, മൂക്കടപ്പ്, വൈറൽ ഡിസീസസ്, ഇതൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിൽ സഹോദരന്മാരുടെ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികൾക്കോ അല്ലെങ്കിൽ അവരുടെ അന്യ തലമുറയിലെ ആൾക്കാർ, അടുത്ത തലമുറയിലെ ആൾക്കാരുടെയൊക്കെ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള യോഗം കാണുന്നു. അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ചില ഹ്രസ്വ യാത്രകൾ നടത്തും. ആ യാത്രകൾ കൊണ്ട് ഇവർക്ക് മാനസികമായ സന്തോഷവും തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അത് വലിയ ഗുണവും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പൊതുവെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ വലിയ ദോഷമൊന്നും കാണുന്നില്ല. സാമ്പത്തികമായ ക്രമീകരണങ്ങളിലും വലിയ ദോഷമൊന്നും കാണുന്നില്ല. എന്നാൽ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം ഇവരുടെ മാതാവിന് ശാരീരികമായ അവശത. വാഹനം ഓടിക്കുന്നവർ, പ്രത്യേകിച്ച് മാതാവുമായി ചേർന്ന് വാഹനം ഓടിക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപകട സാധ്യതകൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ മാതാവിന് എന്തെങ്കിലും അസുഖമോ പ്രശ്നമോ കാരണം യാത്ര മാറ്റിവെക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ഒരാഴ്ച ഏറ്റവും നല്ല ദിവസങ്ങൾ, താരതമ്യേന ശുഭകരമായ ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അത് 22-ാം തീയതി ഞായറാഴ്ച നല്ലതാണ്. അതിനുശേഷം പിന്നെ 25, 26 ദിവസങ്ങളാണ് ഇവർക്ക് നല്ലത്. പൊതുവേ ഇവരുടെ ഈ ആഴ്ചത്തെ ഫലങ്ങൾ പറയുമ്പോൾ തന്നെ അതും ശ്രദ്ധിക്കണം. ആഴ്ചയുടെ തുടക്ക ദിവസത്തിൽ വളരെ ഊർജ്ജസ്വലമായ ദിവസമാണെങ്കിലും തൊട്ടടുത്ത ദിവസം തങ്ങളുടെ തന്നെ വാക്കുകൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ ചിലപ്പോൾ ചിലരുമായി മുഷിയാനുള്ള സാധ്യത, അയൽപക്കവുമായൊക്കെ കലഹമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്ന് കാണുന്നു. ആഴ്ചയുടെ അവസാന ദിവസങ്ങളാണ് മാതാവിന് എന്തെങ്കിലും അവശതയോ പ്രശ്നങ്ങളോ വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ വാഹനവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിധത്തിലുള്ള കർമ്മ തടസ്സങ്ങൾക്ക് കാര്യമുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നത്. അപ്പോൾ നല്ല ദിവസങ്ങൾ പറഞ്ഞു. 22-ഉം പിന്നെ 25-ഉം 26-ഉം. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം കാർത്തികയുടെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇവരുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മികവും അതുപോലെ തന്നെ സാമ്പത്തിക നേട്ടവുമാണ്.
തങ്ങളുടെ ചിലവ് വർദ്ധിച്ചിരിക്കും ഈ ആഴ്ചയും എന്ന് കാണുന്നു. പ്രത്യേകിച്ചും വീട്ടിലെ ആവശ്യങ്ങൾക്കായി പുതിയ വീടിൻ്റെ മോടി പിടിപ്പിക്കലുമായി ബന്ധപ്പെട്ടോ വീട്ടിൽ പുതിയ ഫർണിച്ചർ വാങ്ങുന്നതിൻ്റെയോ മറ്റ് ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിൻ്റെയോ ഒക്കെ ഭാഗമായിട്ട് ചിലവ് വർദ്ധിച്ചിരിക്കുന്നതായി കാണുന്നു. ചിലപ്പോൾ ഏറ്റവും വേണ്ടപ്പെട്ട ചിലരുടെ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിനും അവർക്ക് അത്യാവശ്യമുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതിനുമൊക്കെയായിട്ടും പണം ചിലവഴിക്കേണ്ടി വന്നേക്കാം. ദീർഘദൂര യാത്രകൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ എല്ലാ കർമ്മങ്ങളിലും ഏറ്റവും വേണ്ടപ്പെട്ടവരുമായി ചേർന്ന് പങ്കെടുക്കുമെങ്കിലും അവസാന നിമിഷം ചിലപ്പോൾ ചില പരിഹാസങ്ങളോ വിമർശനങ്ങളോ ഏറ്റുവാങ്ങാനുള്ള സാധ്യത ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച കാണുന്നുണ്ട്. അതുകൊണ്ട് വാക്കുകൾ അതുപോലെ തന്നെ പ്രവൃത്തികൾ ഇതൊക്കെ ഒരു മിതമായ രീതിയിൽ മാത്രമേ ആവശ്യമുള്ളൂ. മാത്രമല്ല ഇങ്ങനെ ഒരു വിധി, അതായത് എല്ലായിടത്തും സജീവമായി പങ്കെടുത്തിട്ടും അവസാനം തള്ളിപ്പറയുന്നതിൻ്റെ ഒരു അവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഓരോ കാര്യങ്ങളിലും ഇടപെടാൻ. ഒടുവിൽ വലിയ ദുഃഖം സഹിക്കേണ്ടി വരില്ല. അപ്പോൾ അതുകൊണ്ട് മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളിലും ഇടപെടാൻ ശ്രമിക്കണം. ഇവർക്ക് വിദേശവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ വളരെ ഗുണം കിട്ടും. പ്രത്യേകിച്ചും IT മേഖലയിലോ വിശിഷ്ട അല്ലെങ്കിൽ വിശേഷ ബുദ്ധിയുള്ള ചില പ്രവർത്തനങ്ങളിലോ, അതായത് ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലോ ഒക്കെ പങ്കെടുത്തുകൊണ്ട് ഇവർക്ക് കൂടുതൽ വരുമാനം നേടാനുള്ള സാധ്യത. സമാന്തര കർമ്മങ്ങളിലൂടെ തങ്ങളുടെ ജോലി കൂടാതെ മറ്റേതെങ്കിലുമൊക്കെ കർമ്മ മേഖലയിൽ നിന്നും വരുമാനമുണ്ടാക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അത്തരം മേഖലകളിൽ വ്യാപരിക്കാൻ സാധിക്കും. കർമ്മരംഗത്ത് ഒരല്പം ശ്രദ്ധ വേണമെന്നർത്ഥം. തങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തുവെന്നും തങ്ങളെക്കുറിച്ച്, അതായത് ഈ നക്ഷത്രക്കാർ, ഈ കാർത്തിക, മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ അര നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർക്ക് സ്ത്രീകളാൽ ചിലപ്പോൾ ചില വിമർശനങ്ങളോ പരിഹാസങ്ങളോ ഏറ്റുവാങ്ങേണ്ടി വരാം. ചില അപവാദ ശരങ്ങൾ ഏൽക്കേണ്ടി വന്നേക്കാം. ഇത്തരം അവസ്ഥകളൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. സാമ്പത്തികമായിട്ട് വലിയ ദോഷമൊന്നും കാണുന്നില്ല. ചിലപ്പോൾ പ്രവർത്തന സ്ഥലത്ത്, കർമ്മസ്ഥലത്ത് മേലധികാരികളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായേക്കാം. കണ്ണ്, ഹൃദയം, ഞരമ്പുകൾ ഈ ഭാഗം ശ്രദ്ധിക്കണം. മുഖത്തിനും ചില ശാരീരികമായ, പ്രത്യേകിച്ചും ത്വക്ക് സംബന്ധമായിട്ടുള്ള അവശതകൾ കാണുന്നുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഗുണം ഇവരുടെ സഹോദര സ്ഥാനത്ത് ഉള്ളവരുടെ പഠന സംബന്ധമായ വിജയവും അതുപോലെ അവരുടെ ജീവിതത്തിൽ ഉദ്യോഗ സംബന്ധമായോ മറ്റേതെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായ അവരുടെ ഉയർച്ചയിലോ ഇവർക്ക് ആഹ്ലാദിക്കാൻ സാധിക്കുന്നതായി കാണുന്നുണ്ട്. എന്നാൽ ജലജന്യമായ അസുഖങ്ങൾ സഹോദരങ്ങളെ ബാധിക്കാം എന്നും കാണുന്നു. വളരെ തീവ്രമായ ചില തീരുമാനങ്ങൾ തങ്ങളുടെ കർമ്മമേഖലയിൽ എടുക്കുക വഴി ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച പൊതുവെ കർമ്മരംഗം വളരെ സജീവമാണ്. ക്രിയാത്മകമായ അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി ആവശ്യമുള്ള മേഖലകളിൽ അത് പൂർണ്ണമായും ഉപയോഗിച്ചുകൊണ്ട് മുന്നേറാനുള്ള ഒരു സാധ്യത ഇവർക്ക് കാണുന്നുണ്ട്. പൊതുവെ ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് സാമ്പത്തികവും കർമ്മസംബന്ധവുമായ കാര്യങ്ങളിൽ വലിയ ദോഷമൊന്നും കാണുന്നില്ല. പ്രവർത്തന ഇടങ്ങളിൽ ചില അപവാദങ്ങൾ ഏൽക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ചെയ്യാത്തത് ചെയ്തു എന്നും ചെയ്യുന്നത് നേരെ കാണാത്ത അവസ്ഥയും പരിഗണിക്കാത്ത അവസ്ഥയും ഒക്കെ കാണുന്നുണ്ട്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ ദോഷമില്ല. മേലധികാരികളുമായി ബന്ധപ്പെട്ട് കലഹമോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത. ജലജന്യമായ അസുഖങ്ങൾ അത് സഹോദരന്മാർക്ക് വരാനുള്ള സാധ്യത. ഈ നക്ഷത്രക്കാരിൽ പലർക്കും കണ്ണ്, ഹൃദയം, ഞരമ്പുകൾ ഈ ഭാഗത്തോ അല്ലെങ്കിൽ മുഖത്തിനോ ത്വക്കു സംബന്ധമായോ മറ്റേതെങ്കിലും വിധേനയുള്ള ശാരീരികമായ വൈഷമ്യങ്ങളോ നേരിടേണ്ടി വന്നേക്കാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 23, 24, പിന്നെ 27, 28 ദിവസങ്ങളാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ രണ്ടാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. പൊതുവെ തങ്ങളുടെ ഇഷ്ടപ്പെട്ട രംഗത്ത് ഇവർക്ക് ഏറ്റവും നന്നായി ശോഭിക്കാൻ സാധിക്കും ഈ ആഴ്ചയും. പ്രവർത്തനങ്ങളിൽ ഏറ്റവും മികവോടുകൂടി തങ്ങളുടെ കഴിവ് ഇവർക്ക് ഉപയുക്തമാക്കാൻ സാധിക്കുന്നത് കൊണ്ട് കർമ്മമേഖല കൂടുതൽ തിളക്കമുള്ളതാക്കി മാറ്റാൻ സാധിക്കും. രണ്ട് മനസ്സോടെ നിന്നിരുന്ന പല കാര്യങ്ങളിലും തീരുമാനം വളരെ ഷാർപ്പായി എടുക്കാൻ ഇവർക്ക് സാധിക്കുന്നു. ആശങ്കകളും സങ്കീർണതകളുമൊക്കെ മാറുന്നു. പ്രവർത്തനങ്ങളിലും പ്രവർത്തന സംബന്ധമായ സദ്ഫലങ്ങളിലും, അതായത് സാമ്പത്തിക നേട്ടങ്ങളിലുമൊക്കെ ഇവർക്ക് തികഞ്ഞ സംതൃപ്തി ലഭിക്കുന്നു. കർമ്മരംഗത്ത് തടസ്സങ്ങളുണ്ട് എന്നുള്ള കാര്യം മറക്കുന്നില്ല. പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ കൃത്യമായ റിസൾട്ട് വരാനൊക്കെ അല്പം താമസിച്ചെന്നിരിക്കും. പക്ഷേ എന്നാലും അതിനെ ചൊല്ലി ഇവർക്ക് വലിയ വിഷമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഭാവിയിൽ കാണുന്നില്ല. പൊതുവെ ഈ ആഴ്ച ഇവർക്ക് ഗുണകരമായ അവസ്ഥയാണ് കാണുന്നത്. കർമ്മ രംഗത്ത് ഇവർക്ക് ചില സ്ത്രീ സാന്നിധ്യങ്ങൾ വളരെ സഹായകമായി മാറുന്നുവെന്ന് കാണുന്നു. അതുപോലെ പ്രണയ സംബന്ധമായ കാര്യങ്ങളിൽ മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച പൊതുവെ ഗുണകരമാണ്. വിവാഹ സംബന്ധമായ കാര്യങ്ങളിലും അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു.
സ്ത്രീകളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മിഥുനക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സ്ത്രീ സൗഹാർദ്ദങ്ങൾ വഴിയോ അതല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള സ്ത്രീ ബന്ധങ്ങൾ വഴിയോ ഗുണപരമായ അവസ്ഥകളും മനസ്സിന് സന്തോഷം ലഭിക്കുന്ന അവസരങ്ങളും ലഭിക്കുന്നു എന്ന് കാണുന്നു. അതുപോലെ തന്നെ മിഥുനക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർക്കും അവരുടെ ഓപ്പോസിറ്റ് സെക്സിൽ നിന്നും, അതായത് പുരുഷന്മാരിൽ നിന്നും വലിയ സാമ്പത്തിക ഗുണങ്ങളും സഹായങ്ങളും ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മനസ്സിന് സന്തോഷം ലഭിക്കുന്ന വേളകൾ ഒത്തുകിട്ടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. ജ്യേഷ്ഠ സഹോദരിയുടെയൊക്കെ അനുഗ്രഹം ഈ നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് ഈ ആഴ്ച കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. പുതിയ വസ്ത്രം, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, അതുപോലെ തന്നെ വീടുമായി ബന്ധപ്പെട്ട് ഗ്രഹോപകരണ സാധനങ്ങൾ, വീടിൻ്റെ അകവശം മോടി പിടിപ്പിക്കുക, വീടിനെ മൊത്തം പുതുതായി മാറ്റിയെടുക്കുക തുടങ്ങിയ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ തീരുമാനങ്ങളും സന്തോഷകരമായ മാറ്റങ്ങളുമൊക്കെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. യാത്ര ഗുണകരമായിട്ട് കാണുന്നു. പ്രത്യേകിച്ചും ഹൈറേഞ്ച് പോലുള്ള ഭാഗങ്ങളിലേക്കൊക്കെ യാത്ര പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ശാരീരികമായ അവശത എന്ന് പറയാൻ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ ഹൃദയ സംബന്ധമായും അതുപോലെ മാറിടത്തിൻ്റെയും അതായത് ഹൃദയത്തിൻ്റെയും ഈ പറയുന്ന ഡയഫ്രം ഏരിയകളിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയും കാണുന്നുണ്ട്. ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ, അതുപോലെ ഉദര സംബന്ധമായ വൈഷമ്യങ്ങൾ, ഇതുമൂലം ചിലപ്പോൾ ഹൃദയത്തിന് എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള ചില അവസ്ഥകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഈ നക്ഷത്രക്കാർക്ക് കാണുന്നു. പൊതുവെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ഇവരുടെ പിതാവിൻ്റെ ശാരീരികമായ അവശതയും പിതാവിൻ്റെ ശാരീരികമായ അവശത മൂലം ചിലപ്പോൾ ചില യാത്രകൾ മാറ്റിവെക്കേണ്ടതായി വരുന്നതായിട്ടും കാണുന്നുണ്ട്. ഈ നക്ഷത്രത്തിൽപ്പെട്ടവരുടെ ഭാഷാ സംബന്ധമായ പഠന ശ്രമങ്ങൾക്ക് ഗുണം കാണുന്നുണ്ട്. പ്രത്യേകിച്ചും മാതൃഭാഷയിലല്ലാതെ ഏതെങ്കിലും ഒരു ഭാഷയിൽ കൂടുതൽ പ്രാവീണ്യം ഉള്ളവർക്കോ വാസനയുള്ളവർക്കോ അതിൻ്റെ ഉയർന്ന തലങ്ങളിലേക്ക് പോകുവാനുള്ള സാധ്യത കാണുന്നു. അതുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ പഠനത്തിൻ്റെ കാര്യങ്ങളിലും പോസിറ്റീവായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതായി കാണുന്നു. പിതാവിനോ പിതൃ തുല്യരായ ആൾക്കാർക്കോ ഗുരു കാരണവന്മാർക്കോ ഒക്കെ ശാരീരികമായ അവശതയും പ്രശ്നങ്ങളും കാണുന്നുണ്ട്. അവരുമായി ഏതെങ്കിലും വിധത്തിലുള്ള കലഹമോ തർക്കമോ ഒക്കെ ഉണ്ടാകാം. അതുകൊണ്ട് അവരുടെ ശാപമൊക്കെ പിടിച്ചുപറ്റാൻ നോക്കാതെ അവരെ മാനസികമായി സന്തോഷിപ്പിച്ചു കൊണ്ടുപോകണം യാത്ര ചെയ്യാനും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും എന്ന് പ്രത്യേകം മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരെ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ യാത്ര ഇടയ്ക്കൊന്ന് തടസ്സപ്പെടാം. കാൽപാദങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ശാരീരികമായ വൈഷമ്യം ഉണ്ടാകാം. അതുകൊണ്ട് യാത്ര മാറ്റിവെക്കേണ്ടി വരുന്നതായിട്ടും കാണുന്നുണ്ട്. എന്നാൽ പൊതുവെ സാമ്പത്തികമായിട്ട് ഗുണം കാണുന്നു. പ്രത്യേകിച്ചും സാമ്പത്തികമായി ഗുണം കിട്ടുന്ന മേഖലകളിൽ ആലസ്യമൊക്കെ വിട്ടുമാറി ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിക്കാൻ ഇവർക്ക് സാധിക്കുന്നതായിട്ടും കാണുന്നു. ആഴ്ചയുടെ തുടക്ക ദിവസവും അതുപോലെ തന്നെ ആഴ്ചയുടെ പകുതി ഏകദേശം മധ്യഭാഗത്തെത്തുന്ന ദിവസങ്ങൾ, അതായത് ചൊവ്വ ബുധൻ ദിവസങ്ങളിലും ഇവർക്ക് ബുധൻ വ്യാഴം ദിവസങ്ങൾ, അതായത് തുടക്ക ദിവസം ഞായറാഴ്ചയും പിന്നെ ബുധൻ വ്യാഴം ദിവസവും ഇവർക്ക് പൊതുവെ ഗുണകരമായിട്ടാണ് കാണുന്നത്. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റത്തെ വിജയം, ആത്മസംതൃപ്തിയോടുകൂടി തങ്ങളുടെ കർമ്മമേഖലയിൽ വ്യാപരിക്കാനുള്ള ഒരു മനസ്സ്, ഇതൊക്കെ തന്നെ ഇവർക്ക് ഉണ്ടാകുന്നു. ഈ ആഴ്ചയിലെ ഇവരുടെ താരതമ്യേനയുള്ള മേന്മയുള്ള ദിവസങ്ങളെന്ന് പറയുന്നത് 22, പിന്നെ 25, 26 ആണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിലെ രാഹുവിൻ്റെ കാര്യത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കണം. അതുപോലെ 9-ലെ ശനിയും, അഷ്ടമത്തിലെ രാഹു ഏതെങ്കിലും തരത്തിലുള്ള, പ്രത്യേകിച്ച് ഈ കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ വീട്ടുവളപ്പിലോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന രംഗത്തോ ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള അനുകൂല സാഹചര്യങ്ങൾ, പെട്ടെന്ന് പണം കിട്ടാവുന്ന തരത്തിലുള്ള ചില അവസ്ഥകൾ, നിധിയൊക്കെ കിട്ടാൻ വരെ സാധ്യതയുള്ള ചില അവസരങ്ങൾ കാണുന്നുണ്ട്. പെട്ടെന്ന് ചില അധികാരങ്ങൾ കിട്ടുക, ചില പദവികൾ കിട്ടുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അനുകൂലമായ തീരുമാനങ്ങൾ ഇവർക്ക് ഈ സമയത്ത് അറിവാകുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിച്ചേക്കാം. സാമ്പത്തികമായിട്ടുള്ള ഭദ്രത ഇവർക്ക് കൃത്യമായിട്ട് കാണുന്നു. എന്നാൽ ജോലി സ്ഥലത്ത് ഏതെങ്കിലും തരത്തിലുള്ള വൈഷമ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിതാവിന് അരിഷ്ടതയോ രോഗമോ അല്ലെങ്കിൽ ഇവരെ സഹായിക്കുന്ന വ്യക്തികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനസികവും ശാരീരികവുമായ വിഷമങ്ങളോ ഒക്കെ നേരിടേണ്ടി വന്നേക്കാം. ചില യാത്രകൾ ചിലപ്പോൾ തടസ്സപ്പെട്ടു എന്ന് വരാം. ഈ കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഉന്നത പഠനത്തിന് വേണ്ടിയിട്ടുള്ള വിദേശയാത്രയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ചിലപ്പോൾ തടസ്സപ്പെട്ടു എന്ന് വരാം. അതുപോലെ തന്നെ ഇവർക്ക് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത് ഇവരുടെ വരവിനേക്കാൾ കൂടുതൽ വരുന്ന ചിലവാണ്. അത് വളരെ ശ്രദ്ധിക്കണം. കാരണം നിയന്ത്രണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇപ്പോൾ ഇവർ പോകുന്നത്.
ശാരീരികമായ അവശതയും ഒക്കെ താൽക്കാലികമായിട്ടൊന്ന് മാറുമെങ്കിലും സമ്പത്തിൻ്റെ ഒരു ക്രമീകരണം, അതായത് ധനത്തിൻ്റെ വരവിൻ്റെ ഒരു ക്രമത്തിനനുസരിച്ച് ചിലവ് എന്നുള്ള ഒരു അവസ്ഥ ഇവർക്ക് ഇപ്പോഴും കൈവന്നിട്ടില്ല. അതുകൊണ്ട് സ്വാഭാവികമായും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ചിലവഴിക്കുന്ന ഒരവസ്ഥ അത് കടക്കണിയിലേക്കൊക്കെ നീങ്ങാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. കാരണം അഷ്ടമത്തിൽ പോയി രാഹു നിൽക്കുന്നു, 9ാം ഭാവത്തിൽ ശനി നിൽക്കുന്നു, കർമ്മസ്ഥാനത്ത് ശുക്രൻ ചാരവശാൽ നല്ലതല്ല. അപ്പോൾ 12ലോട്ട് വ്യാഴം പോവുകയും ചെയ്തു. അതുപോലെ സൂര്യനും 12ലാണ്. ഇതൊക്കെ തന്നെ ദോഷാവസ്ഥകളാണ് സൂചിപ്പിക്കുന്നത്. ബുധൻ ജന്മത്തിൽ നിൽക്കുന്നത് നല്ലതാണ്. സാമ്പത്തിക നേട്ടവും ബുധൻ ജന്മത്തിൽ നിൽക്കുന്നതും അത്ര നല്ലതല്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം. 2, 4, 6, 8 പിന്നെ 11 ബുധൻ കൂടുതൽ ഗുണം ചെയ്യുക. അപ്പോൾ ചാരവശാൽ, അപ്പോൾ ഇവിടെ ഇപ്പോൾ ചാരവശാൽ ജന്മത്തിലാണ്. അപ്പം അതും ശ്രദ്ധിക്കണം. ചന്ദ്രൻ്റെ രാശിയിൽ കൂടി ആയതുകൊണ്ട് ബുധൻ്റെ ശത്രുവാണല്ലോ ചന്ദ്രൻ. ഇപ്പോൾ ഇതെല്ലാം കൺസിഡർ ചെയ്ത് വേണം നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കാൻ. ഇവിടെ ഇവർക്കിപ്പോൾ ഏതെങ്കിലും വിധത്തിൽ ഗുണം എന്ന് പറയാൻ തക്കവണ്ണമുള്ള ഗ്രഹങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ടത് അവരുടെ ദശ, അപഹാരം, ഛിദ്രം ഇതൊക്കെ വളരെ നല്ലതാണെങ്കിൽ സ്വാഭാവികമായും അതിൻ്റെ ഒരു ശക്തിയിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും. പിന്നെ അതിനെല്ലാം മുകളിലാണ് ഈശ്വരൻ. പ്രാർത്ഥന കൊണ്ടും കൃത്യമായ ജപഹോമാദികൾ കൊണ്ടും ഇവർക്ക് തീർച്ചയായിട്ടും നല്ലത് വരും. കൂടെയുള്ളവരുടെ പ്രാർത്ഥന, കൂടെ ഉള്ളവരുടെ ഗ്രഹങ്ങളുടെ നല്ല നിലയിലുള്ള അവസ്ഥ, ഇതൊക്കെ തന്നെ ഒരാളെ, അതുകൊണ്ടാണല്ലോ വിവാഹം കഴിച്ചു കഴിയുമ്പോൾ ജീവിതത്തിൻ്റെ ഭാവം മാറും. കാരണം ഈ വരുന്നയാളിൻ്റെ ജാതകം കൂടി ആ വ്യക്തിയെ സ്വാധീനിക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് അങ്ങനെ ചേർന്ന് നിൽക്കുന്ന, ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയുടെ ജാതകത്തിലെ ഗുണവശങ്ങൾ കുറേയൊക്കെ അവർക്ക് അനുഭവയോഗ്യമായി വരും. അല്ലാതെ കണ്ട് ചിന്തിക്കുമ്പോൾ പല പ്രശ്നങ്ങളും കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം കാണുന്നുണ്ട്. അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. 2ലെ ചൊവ്വയും കേതുവുമൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഇവിടെ 2ലെ ചൊവ്വയ്ക്ക് കർക്കിടകക്കൂറുകാർക്ക് വേണമെങ്കിൽ പറയാം ചന്ദ്രാൽ 5 അതുപോലെ തന്നെ 10 ഭാവാധിപത്യം വഹിച്ചു നിൽക്കുന്ന ചൊവ്വ 2ൽ നിൽക്കുന്നത് കൊണ്ട് ധനപരമായിട്ട് എങ്ങനെയും കാര്യങ്ങൾ നടന്നു പോകും. എന്നാൽ ചൊവ്വ ഒരു ക്രൂരഗ്രഹമായതിനാലും കൂടെ നിൽക്കുന്ന കേതു അതിനേക്കാൾ ക്രൂരനായതുകൊണ്ടും രണ്ടുപേരുടെയും കൂടെ യോഗം, പ്രത്യേകിച്ചും പ്രത്യേകിച്ചും സൂര്യൻ്റെ രാശിയിൽ കൂടി നിൽക്കുന്നത് കൊണ്ട് ശാരീരികമായ വൈഷമ്യങ്ങളും വാക്കുകൾ കൊണ്ടുണ്ടാകാവുന്ന കലഹം, തർക്കം, പ്രശ്നങ്ങൾ ഇതെല്ലാം തന്നെ ഉണ്ടാകാം കർക്കിടകക്കൂറുകാർക്ക്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 22, 23, 24 പിന്നെ 27, 28 ദിവസങ്ങളാണ് താരതമ്യേന ഗുണമുള്ള ദിവസങ്ങൾ. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും ജന്മത്തിൽ ചൊവ്വയും കേതുവും അതുപോലെ തന്നെ 7ൽ രാഹു. ഈ രാഹു 7ൽ നിന്നുകൊണ്ട് ജന്മത്തിലേക്ക് ദൃഷ്ടിയുണ്ട്. അതുപോലെ തന്നെ അഷ്ടമത്തിൽ ശനി, 9ൽ ശുക്രൻ, 10ൽ ആരുമില്ല, 11ൽ വ്യാഴവും സൂര്യനും, 12ൽ ബുധൻ. ഈ ശുക്രൻ, അതുപോലെ വ്യാഴം, സൂര്യൻ, ബുധൻ ഇത് മാത്രമാണ് ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഗുണകരമായി നിൽക്കുന്ന ഗ്രഹങ്ങൾ. ബാക്കിയുള്ളവയെല്ലാം ദോഷത്തിലാണ്. അപ്പോൾ ചൊവ്വ ലഗ്നത്തിൽ നിൽക്കുന്നു. ആ ചൊവ്വയ്ക്ക് നേരത്തെ പറഞ്ഞതുപോലെ കർക്കിടകത്തിനും ചിങ്ങത്തിനും ചൊവ്വ അനുകൂലനാണ്. എന്തെന്നാൽ കേന്ദ്ര ത്രികോണാധിപത്യം ചൊവ്വയ്ക്ക് വരുന്നതിനാൽ ഇവിടെ 4ഉം 9ഉം ഭാവാധിപത്യമാണ് ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ചൊവ്വയ്ക്കുള്ളത്. അങ്ങനെ വരുമ്പോൾ ആ ചൊവ്വയ്ക്ക് കുറച്ച് ഗുണം പറയാം. എന്നാലും ജന്മത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ സ്വാഭാവികമായും ശാരീരികമായ അവശത, അപകട സാധ്യത ഇതെല്ലാം പ്രതീക്ഷിക്കണം. മാത്രമല്ല രാഹുകേതുക്കളുടെ സാന്നിധ്യം കൂടി ഈ ജന്മത്തിലേക്ക് വരുന്നുണ്ട്. പിന്നെ അഷ്ടമത്തിലെ ശനി വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലാണ് എന്ന് ഒക്കെ പറഞ്ഞ് പലരും പറയുന്നുണ്ട് അഷ്ടമശനി. എന്നാലും അഷ്ടമശനിയുടെ സ്വഭാവം കാണിക്കാതെയൊന്നും ഇരിക്കില്ല. മാത്രമല്ല ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 6ഉം 7ഉം ഭാവാധിപത്യം വഹിച്ചു നിൽക്കുന്ന ചൊവ്വയാണ് പോയി 8ൽ നിൽക്കുന്നത്. അപ്പം മാരകാധിപത്യം ചൊവ്വയ്ക്കുണ്ട്. വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലായതിനാൽ വലിയ അടിയൊന്നും കിട്ടിയില്ലെങ്കിലും ചെറിയ അടിയൊക്കെ കിട്ടാം. അപ്പോൾ അതുകൊണ്ട് ഈ 4 ഗ്രഹങ്ങളുടെ ദുസ്വാന്നിധ്യം എന്തായാലും ചിങ്ങക്കൂറിനെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഏതൊക്കെ വിധത്തിലെന്ന് പറയുമ്പോൾ 7ലായതിനാൽ കൂട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ, ദാമ്പത്യം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ, കൂട്ടു ബിസിനസ് പ്രവർത്തനങ്ങൾ, യാത്ര, വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്ര, അവിടുത്തെ കച്ചവടം, ബിസിനസ്, ജോലി, ഇതിനെല്ലാം അത് ബാധിക്കാം. സർവ്വപ്രവൃത്തി സ്ഥാനങ്ങളുടെയും ആധാരം 7ഉം 10ഉം ആകയാൽ പ്രവർത്തനങ്ങൾക്കൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ വരാം. കുടുംബബന്ധം, കുടുംബജീവിതം അതൊരു പ്രവർത്തനമാണ്. സാത്വികമായ ഈശ്വരീയമായ ഒരു പ്രവർത്തനം, രണ്ടുപേർ പരസ്പരം ഇഴുകിച്ചേർന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം. അവിടെ ഒരു പാപഗ്രഹം നിൽക്കുകയും മറ്റു 2 പാപഗ്രഹങ്ങൾ നോക്കുക കൂടി ചെയ്യുന്നത് കൊണ്ട്
ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. നിൽക്കുന്ന രാശിയും ശനിയുടെ ക്ഷേത്രമാണ്, അതിൻ്റെ അധിപനും പോയി 8-ലാണ് നിൽക്കുന്നത്. ഇതെല്ലാം ചിന്തിക്കണം. ഇതൊക്കെ ആചാര്യന്മാർ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു വച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലാതെ ചിങ്ങക്കൂറിനെ മാത്രം ക്രൂശിക്കാനൊന്നും ഞാൻ അതിൻ്റെ ആധികാരികമായ വ്യക്തിയൊന്നുമല്ല. ചിലരുടെയൊക്കെ വർത്തമാനം കേട്ടാൽ അങ്ങനെ തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ 7-ലും 8-ലുമൊക്കെ പാപഗ്രഹങ്ങൾ നിൽക്കുന്നത് കൊണ്ട് ദാമ്പത്യ സംബന്ധമായ കാര്യങ്ങളിൽ അങ്ങേയറ്റത്തെ ശ്രദ്ധ വേണം. സ്വന്തം ആരോഗ്യം സംരക്ഷിക്കണം, വാഹനം സൂക്ഷിച്ചോടിക്കണം, സാഹസിക കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോൾ ശ്രദ്ധിക്കണം, കയറ്റിറക്കങ്ങൾ കയറുമ്പോഴും ഉയരങ്ങളിലേക്ക് പോകുമ്പോഴും തെന്നി വീഴാൻ സാധ്യതയുള്ള നിലത്ത് നടക്കുമ്പോഴും ഭാരമുള്ള വസ്തുക്കളും മൂർച്ചയുള്ള വസ്തുക്കളും കൈകാര്യം ചെയ്യുമ്പോഴും ഇലക്ട്രിസിറ്റി, തീ ഇതിനോടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴും ഒക്കെ തന്നെ വളരെ കരുതൽ ആവശ്യമുണ്ട്. എന്നാൽ ദേവിയുടെ അനുഗ്രഹം, ശുക്രൻ്റെ അനുഗ്രഹം ഇവർക്കുള്ളതുകൊണ്ട് പല കാര്യങ്ങളിലും ഇവർക്ക് രക്ഷ ദേവിയുടെ ഭാവത്തിലെത്തും. സാമ്പത്തിക ഭദ്രതയുണ്ടാവും. എന്നാൽ ചിലവ് അതനുസരിച്ച് വർദ്ധിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. 11-ൽ നിൽക്കുന്ന സൂര്യൻ അധികാരികളുടെയും അതുപോലെ തന്നെ ഇവരുടെ തന്നെ പ്രവർത്തനങ്ങളിൽ നിന്ന് കിട്ടുന്ന വേതനത്തിൻ്റെയും ശമ്പളത്തിൻ്റെയും വരുമാനത്തിൻ്റെയും ഒക്കെ കാര്യത്തിൽ ദോഷമൊന്നും ഉണ്ടാവില്ല. 12-ലെ ബുധനും ഇവർക്ക് ഗുണമാണ്. മറഞ്ഞു നിൽക്കുന്ന ബുധൻ വളരെ ഗുണത്തെ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. വിദ്യാസംബന്ധമായ കാര്യങ്ങളിലും തങ്ങളുടെ സ്കിൽ ഉപയോഗിച്ച് ജീവിക്കുന്ന കാര്യത്തിലുമൊന്നും ഇവർക്ക് ദോഷം വരില്ല. ശ്രദ്ധിക്കേണ്ടത് ഈ വിഷയങ്ങളാണ്. കുടുംബം, ശാരീരികമായ സംഭവങ്ങൾ, ഒരുമിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, യാത്ര, വിദേശവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ തന്നെ വളരെ കരുതലോടുകൂടി പ്രാർത്ഥനയോടുകൂടി ചെയ്യുക. ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 23, 24, 25, 26 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, അത്തം ചിത്തിരയുടെ ആദ്യ അര. 10ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴവും സൂര്യനും, 11-ലെ ബുധൻ, 12-ൽ ചൊവ്വയും കേതുവും. ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിലാണ് ശുക്രൻ, 7-ൽ ശനി, 6-ൽ രാഹു. ദോഷവശങ്ങൾ ശനിയുടെയും അതുപോലെ തന്നെ 12-ലെ ചൊവ്വയുടെയും കേതുവിൻ്റെയും ഭാവത്തിൽ ഉണ്ടെങ്കിലും പൊതുവെ 6-ൽ നിൽക്കുന്ന രാഹുവും അഷ്ടമ ശുക്രനും ഗുണമാണ്. അതുപോലെ തന്നെ 11-ലെ ബുധൻ, 10-ലെ സൂര്യൻ, 10-ലെ വ്യാഴവും പകുതി ഗുണമാണ്. ഇങ്ങനെ ആണ് നിൽക്കുന്നത്. 10-ലെ വ്യാഴം കണ്ടക വ്യാഴം എന്നറിയപ്പെടുന്നു. ജോലി സംബന്ധമായ കാര്യങ്ങളിലും പ്രവർത്തനങ്ങളിലുമൊക്കെ ചെറിയ ചില അസ്വസ്ഥതകൾ ഉണ്ടാകാം, ചില മാറ്റങ്ങൾ ഉണ്ടാകാം. തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ വേതനം കിട്ടുന്നതിന് അല്പം വിഷമങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ 11-ൽ ബുധൻ വന്ന സ്ഥിതിക്ക് 23-ാം തീയതി മുതൽ ബുധൻ കർക്കിടക രാശിയിൽ 11-ൽ നിൽക്കുന്നതിനാൽ ഭാവം കൊണ്ട് അവർക്കവിടെ ഗുണത്തെ കിട്ടും. ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ, കഴിവോടുകൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൊക്കെ തന്നെയും കൃത്യമായ വരുമാനം കിട്ടും. ഇവരുടെ വേതന സംബന്ധമായ, ശമ്പള സംബന്ധമായ കാര്യങ്ങളിലോ ധനവരവിലോ വലിയ ദോഷങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നില്ല. അതുപോലെ പ്രവർത്തനങ്ങളിൽ ഒരു ഈശ്വരാധീനം കാണുന്നുണ്ട്. മേലധികാരികളുടെ പ്രീതി പിടിച്ചുപറ്റാനൊക്കെ സാധിക്കും. പൊതുവെ അതുപോലെ തന്നെ ഇവരുടെ കടബാധ്യത, ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ നിന്ന് കഴിഞ്ഞ കുറേ കാലമായി ഉണ്ടായിരുന്ന ആലസ്യം വിട്ടുമാറിയ ഒരു ഉണർവൊക്കെ ഉണ്ടാകാം. എന്നാൽ കുടുംബത്തിൽ നിന്നോ സ്വന്തം നാട്ടിൽ നിന്നോ ചിലപ്പോൾ ദേശത്തു നിന്നോ മാറി നിൽക്കേണ്ടി വന്നേക്കാം. ജീവിത പങ്കാളിക്ക് മാനസികവും ശാരീരികവുമായ അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ചിലവ് വർദ്ധിച്ചിരിക്കാം. പ്രത്യേകിച്ചും മുറിവ്, അപകടം ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. രോഗമോ അവശതയോ അല്ല, മുറിവ്, അപകട സാധ്യതകൾ കാണുന്നു. വൈകിയായിരിക്കും ഇവർക്ക് പൊതുവേ ഈ ആഴ്ചയിലും ഗുണങ്ങൾ കിട്ടുക. ഒരു ദിവസം രാവിലെ ഗുണം കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ തന്നെ അത് ഉച്ച കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആകും. സർവ്വ ആശങ്കകളും പരിഭ്രാന്തികളും ഒക്കെ വരുത്തിയതിന് ശേഷമായിരിക്കും പലതിൻ്റെയും ഗുണം ലാഭകരമായി പര്യവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങളിൽ ആശങ്കകളും പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത ഈ ആഴ്ചയും കാണുന്നുണ്ട്. അഷ്ടമശുക്രൻ എന്തായാലും ഇവർക്ക് ഭാഗ്യത്തെ സമ്മാനിക്കുക തന്നെ ചെയ്യും. 11-ലെ ബുധനും ഗുണമാണ്, 10-ലെ സൂര്യനും വളരെ ഗുണമാണ്. ഇവിടെ വ്യാഴം 10-ൽ പകുതി ഗുണമാണെന്ന് പറഞ്ഞു. അതുപോലെ കണ്ടകശനി 7-ൽ നിൽക്കുന്നു. 6-ലെ രാഹു ഉദര സംബന്ധമായിട്ട് ചില വൈഷമ്യങ്ങൾ വരുത്തുമെങ്കിലും കഴിഞ്ഞ കുറേ കാലമായി ഇവർക്ക് മുടങ്ങിക്കിടന്നിരുന്ന പ്രവർത്തനങ്ങളിലും അതുപോലെ ഇളക്കം തട്ടിക്കൊണ്ടു നിന്നിരുന്ന ചില കർമ്മരംഗങ്ങളുമൊക്കെ ഉറയ്ക്കുകയും പ്രവർത്തനങ്ങൾ തടസ്സം മാറി മുന്നോട്ട് പോവുകയും ചെയ്യും. ശത്രുതയിലായിരുന്നവരൊക്കെ തിരിച്ചു വരാം. അങ്ങനെയുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ അത്ര നല്ലതല്ല. അതായത് ആഴ്ചയുടെ ആദ്യ പകുതി ശാരീരികമായ അവശതയും അപ്രതീക്ഷിതമായ ചില പ്രശ്നങ്ങളുമൊക്കെ കാരണം പല കാര്യങ്ങളും തടസ്സപ്പെട്ടു പോകും. എന്നാൽ ആഴ്ചയുടെ തുടക്ക ദിവസത്തിൽ വളരെ അപ്രതീക്ഷിതമായി ധനപരമായ നേട്ടം ഇവർക്കുണ്ടാകുമെന്ന് കാണുന്നു. അവ്യക്ത വ്യക്തികളിൽ നിന്നോ അല്ലെങ്കിൽ മുൻ പരിചയമില്ലാത്ത വ്യക്തിയിൽ നിന്നോ ഒക്കെ ഏതെങ്കിലും വിധത്തിലുള്ള സഹായം പൊടുന്നനവേ ഇവരിലേക്ക് എത്താം ആദ്യത്തെ ദിവസം. തുടർന്നുള്ള ദിവസങ്ങൾ, അതായത് ആഴ്ചയുടെ 2ാം പകുതിയിലെ ദിവസങ്ങളാണ് പൊതുവെ ഇവർക്ക് ഗുണകരം. സാമ്പത്തിക നേട്ടം, അതുപോലെ പ്രവർത്തനങ്ങളിൽ കുറച്ചുകൂടി ഉയർച്ച, തങ്ങളെക്കുറിച്ചുള്ള മതിപ്പ് കർമ്മരംഗത്ത് വർദ്ധിക്കുന്നു. പ്രവർത്തിച്ചിരുന്ന കാര്യങ്ങളിൽ അവർക്ക് റിസൾട്ട് ഉണ്ടാകുന്നു. പോസിറ്റീവായിട്ട് തീരുമാനിക്കുന്ന
പോസിറ്റീവായിട്ട് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും അതിൽ നിന്ന് ഗുണം തന്നെ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. മുമ്പുണ്ടായിരുന്ന ഒരു നിരാശ, അതായത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സ്ഥലത്ത് പോസിറ്റീവായി ചെയ്തുകൊണ്ടിരുന്ന ഒരു കർമ്മം, ശുഭപ്രതീക്ഷ പുലർത്തിയിരുന്ന ഒരു കർമ്മം നെഗറ്റീവായി അവസാനിക്കുന്ന അവസ്ഥ മാറുന്നതായിട്ട് കാണുന്നുണ്ട് ആഴ്ചയുടെ രണ്ടാമത്തെ പകുതി. ഈ ആഴ്ചയിൽ കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം താരതമ്യേന നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 25, 26, 27, 28 ദിവസങ്ങളാണ്. ആഴ്ചയുടെ തുടക്ക ദിവസത്തിൽ ശാരീരികമായ ചില അവശതകൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നട്ടെല്ല് സംബന്ധമായോ അല്ലെങ്കിൽ അലർജി സംബന്ധമായോ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ചിത്തിരയുടെ രണ്ടാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ഇപ്പോൾ 9-ലാണ്. അതുപോലെ തന്നെ ശുക്രൻ 7-ൽ വന്നിരിക്കുന്നു. 6-ലാണ് ശനി, 5-ൽ രാഹു, 9-ലെ വ്യാഴം, 9-ലെ സൂര്യൻ ഭാഗികമായി ഗുണം ചെയ്യും. പിതാവിന് ചില അരിഷ്ടതകളും ദോഷങ്ങളും ചില യാത്രാ തടസ്സങ്ങളും വരുത്തുമെങ്കിലും ഭാഗികമായ ചുലം ഗുണം 9-ലെ സൂര്യന് തരാൻ പറ്റും. പക്ഷേ 9-ലെ വ്യാഴം അവിടെ വളരെ ഗുണകരമാണ്. അതുകൊണ്ട് സൂര്യൻ്റെ ദോഷാവസ്ഥയെ വ്യാഴത്തിൻ്റെ യോഗത്താൽ പരിഹൃതമാകുന്നത് തന്നെ കാണുന്നുണ്ട്. 7-ലെ ശുക്രൻ ശൃംഗാരാദി വിഷയങ്ങളിലും ദാമ്പത്യ വിഷയങ്ങളിലും പ്രശ്നമുണ്ടാക്കുമെങ്കിലും ബാക്കി പല കാര്യങ്ങളിലും ഗുണമാണ്. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, യാത്ര കൊണ്ട് ഗുണം ഒക്കെ നല്ലതാണ്. 6-ലെ ശനി കഴിഞ്ഞ കുറേ കാലമായി മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾക്കും തടസ്സം നിന്നിരുന്ന കാര്യങ്ങൾക്കും അറുതി വരുത്തുന്നതാണ്. അപ്പോൾ 6-ലെ ശനിയും നല്ലതാണ്. 5-ലെ രാഹു സന്താനങ്ങൾക്കത്ര നല്ലതല്ലെങ്കിലും പൊതുവെ 5-ലെ രാഹു ചില വിശിഷ്ട പ്രവർത്തനങ്ങൾ, ചില വിശേഷപ്പെട്ട ബുദ്ധിയുള്ള, ക്രിയാത്മകമായ ബുദ്ധിയുള്ള, സമാന്തരമായി ചെയ്യുന്ന കർമ്മങ്ങൾ, ധനം ആർജിക്കാൻ വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളുടെ കൂടെ മറ്റു ചില കഴിവുകൾ ഉപയോഗിച്ച് ചെയ്യുന്ന ചില ജോലികൾക്ക് ഗുണം കിട്ടുന്ന ചില അവസ്ഥ 5-ലെ രാഹു ചെയ്യുന്നതായിട്ട് പറയാറുണ്ട്. കാരണം 5 എന്ന് പറഞ്ഞാൽ ബുദ്ധി, മനസ്സ് ഇതുകൂടിയാണ്. പ്രജ്ഞ, പ്രതിഭ, സന്താന, ഭാഗ്യഭാവങ്ങൾ 5 കൊണ്ട് നിരൂപണേ എന്നാണ്. അപ്പോൾ 5-ാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുമ്പോൾ ഈ ഏരിയയിലൊക്കെ പ്രശ്നങ്ങൾ വരാൻ, ഗുണവും വരാം. അതുകൊണ്ട് വിശിഷ്ട ബുദ്ധിയുള്ള, വിശേഷ ബുദ്ധിയുള്ള അല്ലെങ്കിൽ ക്രിയാത്മകമായ ബുദ്ധിയുള്ളവർക്ക് കുറച്ച് ഗുണമുണ്ടാകും. അങ്ങനെയുള്ള തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് 5-ലെ രാഹു വലിയ ദോഷമൊന്നും ചെയ്യില്ല. പൊതുവെ ഭാഗ്യഹീനൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സന്താനങ്ങൾക്ക് ത്വക്ക് സംബന്ധമായോ അലർജി സംബന്ധമായോ അസുഖങ്ങൾ ഉണ്ടാകാം. വ്രണമോ മറ്റു രോഗങ്ങളോ ഉണ്ടെങ്കിൽ അത് വർദ്ധിച്ചിരിക്കാനുള്ള സാധ്യതയും ഉണ്ട്. 11-ലെ ചൊവ്വ ഇവർക്ക് സാമ്പത്തികമായി ലാഭമുണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റത്തെ ഊർജ്ജസ്വലതയും അവരുടെ നിരാശയൊക്കെ വിട്ടുമാറി പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി നിലകൊള്ളാനും വിദേശത്തു നിന്ന് വരെ ധനം വരാനുമുള്ള യോഗത്തെ സൂചിപ്പിക്കുന്നു. 10-ലെ ബുധൻ കർമ്മരംഗത്തുള്ള അവരുടെ ശേഷിയും പ്രവർത്തനങ്ങളിലുള്ള അവരുടെ ഊർജ്ജസ്വലതയും ആ പ്രവർത്തനങ്ങളിൽ നിന്ന് കിട്ടുന്ന ആ പ്രവർത്തനക്ഷമത കൊണ്ടുണ്ടാകാവുന്ന ഗുണവും എല്ലാം സൂചിപ്പിക്കുന്നുണ്ട്. ഈശ്വരാധീനം 9-ലെ വ്യാഴം, വ്യാഴത്തിൻ്റെ കൂടെ നിൽക്കുന്ന സൂര്യൻ ഇതെല്ലാം കാണിക്കുന്നു. ശുക്രൻ 7-ലെ കാര്യം ഞാൻ പറഞ്ഞു, ശനിയുടെ 6-ലെയും പറഞ്ഞു. അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച പൊതുവെ ഗുണകരമാണ്. വലിയ ദോഷമൊന്നും കാണുന്നില്ല. പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറേ കാലത്തിന് ശേഷം ഇവർക്ക് അനുകൂലമായി വരുന്നതിൻ്റെ ആഹ്ലാദവും മനസ്സിൻ്റെ സമാധാനവുമൊക്കെ നിലനിന്നു പോകുന്നു എന്ന് തന്നെ വേണം കാണാൻ. ഈ ആഴ്ചയിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഗുണമുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് 22, അത് കഴിഞ്ഞാൽ പിന്നെ 27, 28 ആണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ 6-ലാണ്, ശനി 5-ലാണ്, 4-ൽ രാഹു, അഷ്ടമത്തിൽ പോയി നിൽക്കുന്നു സൂര്യനും വ്യാഴവും, 9-ൽ ബുധൻ, 10-ൽ ചൊവ്വയും കേതുവും. ഇവിടെ 10-ലെ ചൊവ്വയും കേതുവും മാത്രമാണ് അല്പമെങ്കിലും ഗുണമായി നിൽക്കുന്നത്. 10-ലെ ചൊവ്വ, കർമ്മരംഗത്ത് ചൊവ്വ, ചടുലമായ ഗ്രഹങ്ങൾ കർമ്മരംഗത്ത് നിൽക്കുന്നത് നല്ലതാണ്. സൂര്യൻ, ചൊവ്വ, വ്യാഴം ഇതൊക്കെ 10-ൽ നിൽക്കുന്നത്, ശുക്രൻ 10-ൽ നിൽക്കുന്നത് നല്ലതല്ല. ബുധൻ ഇതൊക്കെ 10-ൽ നിൽക്കുന്നത്, ഇതിനൊക്കെ ഒരു ബുധൻ കുമാരനാണ്. കുജൻ എന്ന് പറഞ്ഞാൽ സൈന്യാധിപനാണ്, ശക്തനാണ്. അതുപോലെ തന്നെ 10-ൽ നിൽക്കുന്ന വ്യാഴം ദൈവാധീനം കൊണ്ടും സർവേശ്വര സാന്നിധ്യം കൊണ്ടും വ്യാഴത്തിന് ഗുണമുണ്ട്. സൂര്യൻ കർമ്മകാരകനാണ്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് 10-ാം ഭാവത്തിൽ ഇവർ നിൽക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ഇവിടെ നിൽക്കുന്ന ചൊവ്വ ഗുണമാണ്. ഈ ചൊവ്വ എന്തായാലും വൃശ്ചിക ലഗ്നത്തെ സംബന്ധിച്ച ജന്മലഗ്നാധിപൻ കൂടിയാണ്. അതുകൊണ്ട് ജന്മലഗ്നാധിപൻ 10-ൽ നിൽക്കുന്നതിനാൽ ഏതു വിധേനയും തങ്ങളുടെ കർമ്മശേഷി വർദ്ധിപ്പിക്കാനും പ്രവർത്തനത്തിൽ അങ്ങേയറ്റത്തെ ക്ഷമതയോടുകൂടി നിൽക്കുവാനും ഇവർക്ക് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ പ്രവർത്തന രംഗം വളരെ സജീവമായി മുന്നോട്ട് പോകാനുള്ള സാധ്യത വീണ്ടും വർദ്ധിക്കുകയാണ്. മറ്റു തടസ്സങ്ങളെല്ലാം ഉണ്ടായാലും ഈശ്വരാധീനക്കുറവുണ്ട്, മേലധികാരികളുടെ
സഹകരണമില്ലായ്മയുണ്ട്, കാരണം അഷ്ടമത്തിൽ പോയി സൂര്യൻ നിൽക്കുന്നു. അതുപോലെ തന്നെ ശാരീരികമായ അവശതകൾ, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, ഹൃദയം, നേത്രങ്ങൾ, ഞരമ്പുകൾ എന്ന് പറഞ്ഞാൽ നെർവസ് സിസ്റ്റം, ഇതിനൊക്കെ തന്നെ ഏതെങ്കിലും വിധത്തിലുള്ള നെഗറ്റിവിറ്റി ബാധിക്കാൻ സാധ്യതയുള്ള ഒരു പീരീഡാണ്. ആ സമയത്ത് പോലും പ്രവർത്തനക്ഷമതയോടുകൂടി തങ്ങളുടെ കർമ്മരംഗത്ത് നിൽക്കാൻ സാധിക്കുന്നു എന്നത് വലിയൊരു കാര്യമാണ്. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയോ വിദേശത്തു നിന്നുള്ള ധനത്തിൻ്റെ ആഗമനമോ ഒക്കെ വരാം. പുതിയ ബന്ധങ്ങളുണ്ടാകാം, പുതിയ പ്രവർത്തനങ്ങളിൽ കൂട്ടുകളുണ്ടാവാം, പുതിയ പ്രവർത്തന സംരംഭങ്ങൾ, ആശയങ്ങൾ, ഇതെല്ലാം മുന്നോട്ട് വരാൻ സാധിക്കും. 6ലെ ശുക്രൻ തീർച്ചയായും ദാമ്പത്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. പ്രത്യേകിച്ച് ചൊവ്വയുടെ രാശിയിൽ കൂടിയാണ് നിൽക്കുന്നത്. ഇണയുമായി വേർപിരിയാനോ, ഇണയുമായി അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനോ, മാറി നിൽക്കാനോ, വിരഹവേദന അനുഭവിക്കാനോ ഒക്കെ സാധ്യതയുണ്ട്. പ്രണയ സാഫല്യത്തിന് മങ്ങലേൽക്കാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ കാണുന്നു. 5ലെ ശനി സന്താനങ്ങൾക്ക് ദോഷം. അതുപോലെ ഈ പറയുന്ന നമ്മളുടെ മനസ്സിൻ്റെ ഇത്തരം കാര്യങ്ങളെല്ലാം വന്നിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിൻ്റെ ചില ആലസ്യങ്ങൾ 5ലെ ശനിയെ കൊണ്ട് ചിന്തിക്കണം. പിന്നെ എന്തൊക്കെ ചെയ്താലും അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് താമസിക്കാനുള്ള സാധ്യതയും ശനിയുടെ ഒരു അവസ്ഥയാണ്. 7ലേക്ക് ശനിയുടെ ദൃഷ്ടിയുണ്ട്. 3ലേക്ക് ശനി നോക്കുമ്പോൾ അത് വൃശ്ചികത്തിൻ്റെ 7ാം ഭാവമായ ഇടവത്തിലാണ് വരുന്നത്. അതെല്ലാം തന്നെ ഏതെങ്കിലും വിധത്തിലുള്ള പ്രവർത്തനങ്ങളിലെ തടസ്സങ്ങൾക്ക് സാന്നിധ്യം കാണിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ഘടകവിരുദ്ധമായ കാര്യങ്ങളെല്ലാം ചൊവ്വ 10ൽ നിൽക്കുന്നത് കൊണ്ട് ഊർജ്ജസ്വലത വർദ്ധിക്കുമെന്ന്. എന്നാൽ തടസ്സങ്ങളുമുണ്ട്. ഊർജ്ജസ്വലത എപ്പോഴാണ്? തടസ്സം വരുമ്പോഴാണല്ലോ കൂടുതൽ ആക്റ്റീവായിട്ട് മുന്നോട്ട് നിൽക്കാൻ ശ്രമിക്കുക. അത്തരം ഒരു കാര്യം കാണുന്നുണ്ട്. 4ലെ രാഹു സ്വന്തം മാതാവ്, കുടുംബം, ഇവിടെയൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള വൈഷമ്യങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. വീട്ടിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള സാധ്യത, സ്വന്തം ദേശത്തു നിന്ന് മാറി നിൽക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നു. വാഹനം വളരെ സൂക്ഷിച്ചോടിക്കുക. ഈ ലങ്സിൻ്റെ ഭാഗത്ത് നീർക്കെട്ടോ മാലിന്യങ്ങൾ അടിയാനോ, അതായത് അണുബാധയുണ്ടാവാനോ ഒക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 22, 23, 24 ആണ് താരതമ്യേന ഗുണമുള്ള ദിവസങ്ങൾ. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷം 7ലെ വ്യാഴത്തിൻ്റെ നിലയാണ്. ഇപ്പോൾ സൂര്യൻ കൂടി അവിടേക്ക് വരുന്നുണ്ട്. സൂര്യനും വ്യാഴവും ഒരുമിച്ച് നിൽക്കുന്നത് ധനുക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 9ാം ഭാവാധിപനായ സൂര്യൻ 4ാം ഭാവവും ലഗ്നാധിപൻ്റെയും കൂടെ ചേർന്ന്, ജന്മലഗ്നാധിപൻ്റെയും കൂടെ ചേർന്ന് 7ൽ നിൽക്കുന്നത് പ്രവർത്തനങ്ങളിലെ അവരുടെ ഈശ്വരാധീനത്തെയും കർമ്മശേഷിയെയുമാണ് കാണിക്കുന്നത്. ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിലേക്ക് പോകാനുള്ള അവരുടെ മനസ്സിൻ്റെ ഉറപ്പ്, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ ക്രമീകരണം, ബുദ്ധിപരമായ നീക്കങ്ങൾ, ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നു അത്. ഇനി സൂര്യൻ ശിവനായും വ്യാഴത്തെ വിഷ്ണുവായും സങ്കല്പിച്ചാലും ത്രിമൂർത്തികളിൽ ഏറ്റവും ശക്തരായ 2 പേർ ഇവരോടൊപ്പം ഇവരുടെ കർമ്മരംഗത്തും പ്രവർത്തന രംഗത്തും ഉണ്ട് എന്ന് വേണം ചിന്തിക്കാൻ. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായും ഇവരുടെ കർമ്മരംഗത്ത് വിജയമുണ്ടാകാനുള്ള സാധ്യത, കുടുംബാന്തരീക്ഷം കുറച്ചുകൂടി നന്നായി മുന്നോട്ട് പോകാനുള്ള സാധ്യത, വിഷമങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ പോലും അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള യോഗ്യതകളൊക്കെ തന്നെ ഇത് കാണിക്കുന്നു. പ്രവർത്തനങ്ങളിൽ വിജയം, വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയിലോ വിദേശത്ത് സ്ഥിരമായി താമസിക്കുന്നതിലോ അവിടുത്തെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ വളരെ പോസിറ്റീവായിട്ടുള്ള ചില തീരുമാനങ്ങൾ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. യാത്ര കൊണ്ട് ഗുണം, കർമ്മസ്ഥലത്ത് കൂടുതൽ ഗുണം, ഇതെല്ലാം കാണുന്നു. മാത്രമല്ല ശുക്രൻ 5ൽ നിൽക്കുന്നു. ഭാഗ്യസ്ഥാനത്ത് ദേവിയാണ്. അതുകൊണ്ട് ഉറപ്പായും മഹാലക്ഷ്മി ഭാഗ്യത്തിൻ്റെ രൂപത്തിൽ ഇവർക്ക് വരുന്നുണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. 5ൽ നിന്നുകൊണ്ട് ശുക്രൻ 11ലേക്ക് നോക്കുന്നതിനാൽ സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ ധനം ഇവരിലേക്ക് മഴ പോലെ പെയ്തിറങ്ങുന്നു എന്ന് വേണം ചിന്തിക്കാൻ. അതുകൊണ്ട് ധനപരമായ വരവ്, പ്രവർത്തനങ്ങളിൽ വിജയം, സർവാഭീഷ്ടം 11 എന്നാണ് ചിന്ത. എന്ന് പറയുമ്പോൾ 11ാം ഭാവം എല്ലാ ആഗ്രഹങ്ങളുടെയും സഫലീകരണ കേന്ദ്രമായി ചിന്തിക്കണം. അവിടേക്ക് ലക്ഷ്മി ദേവിയുടെ നോട്ടം തീർച്ചയായും അവരുടെ ആഗ്രഹങ്ങൾ നിവർത്തിക്കപ്പെടുന്നു എന്ന് വേണം ചിന്തിക്കാൻ. പൊതുവെ ഈ ആഴ്ചയിൽ നോക്കിയാൽ ആഴ്ചയുടെ തുടക്ക ദിവസത്തിൽ ചില ആലസ്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും പിന്നീടുള്ള ദിവസങ്ങൾ, അതായത് ആഴ്ചയുടെ ആദ്യ പകുതിക്ക് തൊട്ടു മുമ്പുള്ള 2 ദിവസവും ആദ്യ പകുതി കഴിഞ്ഞുള്ള 2 ദിവസവും 4 ദിവസങ്ങൾ വളരെ സജീവമായിട്ട് കാണുന്നു. യാത്ര കൊണ്ട് ഗുണം, പ്രവർത്തനങ്ങളിൽ വിജയം, കഴിഞ്ഞ കുറേ കാലമായി തടസ്സപ്പെട്ടു നിന്നിരുന്ന പ്രവർത്തനങ്ങളിൽ തടസ്സമൊക്കെ മാറി മുന്നോട്ട് പോകാനുള്ള ആവശ്യം ഉണ്ടാകുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ പോസിറ്റീവാകുന്നു. ഉദര സംബന്ധമായ രോഗവും പൊതുവെയുള്ള മാനസിക ശാരീരിക വൈഷമ്യങ്ങളും മാറുന്നു. ശത്രു മിത്രമായി മാറുന്നു. വിദേശവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു രാജ്യവുമായി ബന്ധപ്പെട്ടോ ഉള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാകുന്നു. തങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപ്തിയിലേക്ക് വളരുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് പൊതുവെ കർമ്മരംഗം സജീവമാകുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ടോ ഇഷ്ടപ്പെട്ട വ്യക്തിയുമായി ഒരുമിച്ച് ജീവിക്കാനുള്ള തീരുമാനങ്ങളിലോ അനുകൂലമായ കാറ്റ് വീശുന്നു. പ്രണയ സാഫല്യമുണ്ടാകുന്നു. അങ്ങനെ പല ഗുണങ്ങളും കാണുന്നുണ്ട്. കണ്ണിന്, ഹൃദയത്തിന്, ഞരമ്പിനെ സൂക്ഷിക്കണം. നയനരോഗത്തിന് പ്രധാന സാധ്യത കാണുന്നുണ്ട്.
അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട വ്യക്തിക്കും ചിലപ്പോൾ ഒരാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് സമാനമായ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. പിതാവിന് ശാരീരികമായ അവശത, എല്ല് സംബന്ധമായ അസുഖങ്ങൾ, പൊട്ടൽ, അതുപോലെ തന്നെ പേശി സംബന്ധമായ വേദനകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 23, 24, 25, 26 ആണ്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും ശുക്രൻ്റെ 4ലെ നിലയും ബുധൻ്റെ 7ലെ നിലയും വളരെ ഗുണമാണ്. അതുപോലെ ശനി 3ൽ പോയത് ഞാൻ കുറേ കാലമായിട്ട് പറയുന്നു. മാർച്ച് 29-ന് ശേഷം 7ര ശനി പൂർണ്ണമായും മകരക്കൂറിന് മാറി. എന്നാൽ 2ൽ നിൽക്കുന്ന രാഹു, അഷ്ടമത്തിലെ ചൊവ്വ, കേതു, ഇതാണ് വളരെ സൂക്ഷിക്കേണ്ടത്. വ്യാഴവും ഇവരെ സംബന്ധിച്ചിടത്തോളം മോശപ്പെട്ട രാശിയിലേക്കാണ് പോയിരിക്കുന്നത്. അതായത് വ്യാഴം പോയിരിക്കുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം 6ലാണ്. സൂര്യൻ 6ൽ നിൽക്കുന്നത് അത്ര ദോഷമല്ല. വ്യാഴത്തിൻ്റെ ഈ നില ഈശ്വരാധീനം അല്പം കുറഞ്ഞിട്ടുണ്ട്. ധനസംബന്ധമായ കാര്യങ്ങളിലും സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലുമൊക്കെ വളരെ ശ്രദ്ധിക്കണം. ആഹാരം കഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അലർജിയോ പ്രശ്നങ്ങളോ ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ കഴിച്ചാൽ ഉദരസംബന്ധമായ വ്യാധി ഉണ്ടാകുമെന്ന് തന്നെ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും നേരത്തെ തന്നെ ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അത് മൂർച്ഛിക്കാനുള്ള ഇട കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബുധൻ 7ൽ നിൽക്കുന്നത് അത്ര നല്ലതല്ല. 2, 4, 6, 8, 10 അതിനുശേഷം പിന്നെ ബുധൻ 11ലും ആണ് ഗുണം കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ 7ൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായും ബുധൻ അത്ര ഗുണത്തെ ചെയ്യില്ല. ഒരു ഗ്രഹം അതിൻ്റെ ഭാവാൽ ദോഷം ചെയ്യുന്ന രാശി അതിൻ്റെ ശത്രുരാശി കൂടിയായാൽ അവിടെ ദോഷം വർദ്ധിക്കും. അപ്പോൾ അതുകൊണ്ട് കുടുംബ സംബന്ധമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം. ജീവിത പങ്കാളിക്ക് ശാരീരികമായോ ത്വക്ക് സംബന്ധമായോ അസുഖമുണ്ടാകാം. അവരുടെ വിദ്യാസംബന്ധമായ കാര്യങ്ങളിൽ, അവരുടെ അറിവ് സംബന്ധമായ കാര്യങ്ങളിൽ, അത് ജോലിയുടെ ഭാഗത്തോ അല്ലെങ്കിൽ പഠനത്തിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചോ ഉള്ള അറിവ്, അതിൻ്റെ ടെക്നിക്കാലിറ്റി, അതായത് അതിൽ ഉപയോഗിക്കുന്ന യാന്ത്രികമായ കാര്യങ്ങൾ, ടെക്നോളജിയുടെ കാര്യങ്ങൾ, ഇതിലൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അപാകതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത ഈ ആഴ്ച കാണുന്നുണ്ട്. എന്നാൽ 4ലെ ശുക്രൻ കുടുംബത്തിൽ പൊതുവെ ഇവർക്ക് ഗുണത്തെ ചെയ്യുമെന്ന് കാണുന്നു. 4ലെ ശുക്രൻ്റെ ഏറ്റവും വലിയ ഗുണം കുടുംബാന്തരീക്ഷം വളരെ നന്നായി കൊണ്ടുപോകാൻ സാധിക്കുന്നു. തങ്ങൾ എവിടെയൊക്കെ തങ്ങളുടെ പ്രസൻസ് ഉണ്ടോ, എവിടെയൊക്കെ തങ്ങുന്നു, ആ ഇടങ്ങളിലൊക്കെ തന്നെ നന്നായി ശോഭിക്കാൻ സാധിക്കുന്നു. കർമ്മരംഗത്തായാൽ അവിടെ, വാടക വീട്ടിലായാൽ അവിടെ, കുടുംബത്തിലായാൽ അവിടെ, ജീവിത മുഹൂർത്തങ്ങളിൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇടങ്ങളിൽ, കുടുംബത്തിൽ ഒക്കെ തന്നെ ഇവർക്ക് നന്നായി പ്രവർത്തിക്കാൻ സാധിക്കും. ഈശ്വരാധീനം, ദേവിയുടെ സാന്നിധ്യം, അനുഗ്രഹം ഉണ്ട് എന്നാണ് കാണുന്നത്. കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടുപോകാനുള്ള സാമ്പത്തിക ഭദ്രത എന്തായാലും ഉണ്ടാവും. ശ്രദ്ധിക്കേണ്ടത്, ധനം ഒരിക്കലും ഒരു ക്രമീകരണമില്ലാതെ അല്ലെങ്കിൽ ആര് ചോദിച്ചാലും എടുത്തു കൊടുക്കാവുന്ന അവസ്ഥയിൽ ഒക്കെ ധനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ പിന്നീട് വലിയ ഖിന്നതയ്ക്ക് ഇടവരും, അത് ദുഃഖത്തിനിടവരുമെന്ന് കാണുന്നുണ്ട്. കാരണം ധനകാരകൻ 6ൽ നിൽക്കുമ്പോൾ ധനം വഴി ശത്രു വരുമെന്നാണ്. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിൽ, അതായത് പിന്നെ രോഗസംബന്ധമായ കാര്യങ്ങൾ, മുഖത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, ത്വക്ക് സംബന്ധമായ അസുഖമുണ്ടാകാം. മുഖം ആകെ തന്നെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ രോഗവിവശതകൾ ഉണ്ടാകാനും, ഉയരങ്ങൾ കയറുമ്പോഴും, ഭാരമുള്ള വസ്തുക്കളും മൂർച്ചയുള്ള വസ്തുക്കളും, തീ, ഇലക്ട്രിസിറ്റി ഇതിനോട് പെരുമാറുമ്പോഴുമൊക്കെ വളരെ ശ്രദ്ധിക്കണം. വാക്ക് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. തൊട്ടടുത്തവരുമായും ബന്ധുക്കളുമായും അയൽക്കാരുമൊക്കെയായി അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹമോ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 25, 26, 27, 28 ദിവസങ്ങളാണ്. ശേഷം കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2ാമത്തെ അര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ഇവർ രാഹു ജന്മത്തിലാണ്. 7ൽ ചൊവ്വയും കേതുവുമുണ്ട്. 2ൽ ശനി. ശുക്രൻ 3ാം ഭാവത്തിലേക്ക് പോയി. 5ൽ വ്യാഴവും സൂര്യനും നിൽക്കുന്നു. 6ൽ ബുധനും. ഏതായാലും ബുധൻ, വ്യാഴം, ശുക്രൻ താരതമ്യേന ഭേദം. 3ൽ ദോഷമൊന്നും ചെയ്യില്ല. ബാക്കി ഗ്രഹങ്ങളൊക്കെ തന്നെയും ശുക്രനെയും വ്യാഴത്തെയും അതുപോലെ തന്നെ ബുധനെയും മാറ്റി നിർത്തിയാൽ ബാക്കി ഗ്രഹങ്ങൾ പ്രതികൂലമായ അവസ്ഥയിലാണ് നിൽക്കുന്നത്. 2ലെ ശനി, 7ര ശനിയിലെ ലാസ്റ്റ് ഘട്ടത്തിൽ, ജന്മത്തിലെ രാഹു നല്ലതല്ല. 7ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയും കേതുവും ഇവർ 7ൽ നിന്നുകൊണ്ട് ജന്മത്തിലേക്ക് നോക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ജന്മത്തിൽ 3 പാപഗ്രഹങ്ങളുടെ സാന്നിധ്യം കാണുന്നു. ബാക്കി ഗ്രഹങ്ങൾ പൊതുവെ ഗുണമാണ്. ശുക്രനും വ്യാഴവും അതുപോലെ ബുധനും. സൂര്യൻ 5ൽ നിൽക്കുന്നത് അത്ര നല്ലതൊന്നുമല്ല. എന്തായാലും ജന്മത്തിലെ രാഹു ഉള്ളതുകൊണ്ട് സ്വാഭാവികമായും ശാരീരികമായ അവശതയും പ്രശ്നങ്ങളും ഉണ്ടാവാം. എന്തെങ്കിലും
ഹിഡൻ ഡിസീസ്, തങ്ങളെ ഈ വ്യക്തികളെ അറിയിക്കാതെ നിശബ്ദമായി ഏതെങ്കിലും രോഗമോ അസുഖമോ ഉണ്ടാകാം. അതുകൊണ്ട് എന്തെങ്കിലും ദുർലക്ഷണങ്ങൾ കണ്ടാൽ തന്നെ ഒരു ബന്ധപ്പെട്ട വ്യക്തിയെ കണ്ട് അത് ചികിത്സിക്കണമെന്ന് തന്നെയാണ് ഇവർക്കുള്ള മുന്നറിയിപ്പ്. ഹിഡൻ ഡിസീസസ്, അത് ബാധിക്കാം. രാഹു ഒളിഞ്ഞിരിക്കുന്ന ആളാണ്. സർപ്പം എപ്പോഴും നമ്മുടെ മുമ്പിൽ വരില്ല, ഒളിഞ്ഞെവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും. ആ അവസ്ഥ രാഹുകേതുക്കളുടെ സാന്നിധ്യം ജാതകത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. 7ാം ഭാവമാകുമ്പോൾ ജീവിത പങ്കാളിക്കും പ്രശ്നം. അപ്പോൾ കൂട്ടു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും ഒരുമിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളുമൊക്കെ അല്പം ശ്രദ്ധ വേണം. അഭിപ്രായ വ്യത്യാസങ്ങൾ, ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പരസ്പരം പാരവയ്ക്കാനൊക്കെ ആൾക്കാരുണ്ടാകും. ഈ സമയത്ത് അത് ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. ചൊവ്വ കൂടി നിൽക്കുന്നതിനാൽ ജീവിത പങ്കാളിക്ക് പ്രശ്നം, ശാരീരികമായ അവശത, ആരോഗ്യ പ്രശ്നങ്ങൾ, രോഗം, അപകട സാധ്യതകൾ, പൊള്ളലേൽക്കാനുള്ള സാധ്യത, വൈദ്യുതാഘാതമേൽക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അത് ഈ കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കുമുണ്ട്. കുംഭക്കൂറിൽപ്പെട്ട ജീവിത പങ്കാളികൾക്കും കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ ജീവിത പങ്കാളികൾക്കും ഇത്തരം അവശതകൾ ഉണ്ടാകാനുള്ള സാധ്യത. യാത്ര വളരെ സൂക്ഷിക്കണം. വിദേശവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ബിസിനസ് കരാറുകൾ, ഇതെല്ലാം വളരെ ശ്രദ്ധിക്കണം. അതുപോലെ സഹോദര സ്ഥാനത്തുള്ളവർ, സഹോദരി സ്ഥാനത്തുള്ളവർ, കുംഭക്കൂറുകാരുടെ സഹോദര സ്ഥാനത്തും സഹോദരി സ്ഥാനത്തുമുള്ളവർക്കുമൊക്കെ ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ അവരുമായി കലഹമുണ്ടാകാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. 2ലെ ശനി, വാക്ക് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്ന് കാണുന്നു. താമസിക്കുന്ന സ്ഥലത്ത് ചില അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഉണ്ടാകാം. വീട് ചിലപ്പോൾ മാറാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയുടെ തുടക്ക ദിവസം നല്ലതാണ്. അതിനുശേഷം ആഴ്ചയുടെ അവസാന ദിവസങ്ങളാണ് കൂടുതൽ ഗുണകരം. അവസാന ദിവസങ്ങൾ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾക്കും സമ്പത്ത്, കടബാധ്യതയൊക്കെ മാറി കുറച്ച് പണം കയ്യിലേക്ക് വരാനും, അല്ലെങ്കിൽ കടം അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ കടം കൃത്യമായി ഇവർക്ക് അനുവദിച്ച് കിട്ടുന്നതായും ഒക്കെ കാണുന്നു. പൊതുവെ സാമ്പത്തികമായ ഗുണമാണ് ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ കാണുന്നത്. ഉദര സംബന്ധമായ വ്യാധി ഉണ്ടാകാനുള്ള സാധ്യതയും വിരളമല്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞു, രാഹുകേതുക്കൾ ജന്മത്തിൽ നിൽക്കുന്നത് കൊണ്ട് എപ്പോൾ വേണമെങ്കിലും രോഗാവസ്ഥകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഈ ആഴ്ചയിൽ 22-ാം തീയതിയും പിന്നെ 27-ഉം 28-ഉമാണ് ഇവർക്ക് താരതമ്യേന ഗുണമുള്ളത്. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. കുംഭക്കൂർ ഞാൻ പറഞ്ഞു, അവിട്ടത്തിൻ്റെ 2ാമത്തെ പകുതി ചതയം, പൂരുരുട്ടാതി, മുക്കാലാണ്. അത് പറഞ്ഞു കഴിഞ്ഞു അവരുടെ. അത് കഴിഞ്ഞ് വരുന്നത് മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം ജന്മത്തിലാണ് ശനി. ഇപ്പോൾ 2ൽ ശുക്രൻ നല്ലതാണ്. അത് അവരുടെ പ്രവർത്തനങ്ങളിലും അവരുടെ ധനപരമായ വരവിലും കുടുംബത്തിലുള്ള അവരുടെ നേട്ടത്തിനുമൊക്കെ ഗുണത്തെ കാണിക്കുന്നു. 4ൽ നിൽക്കുന്ന വ്യാഴവും താരതമ്യേന ഗുണമാണ്. പൂർണ്ണ ഗുണം എന്ന് പറയാൻ സാധിക്കില്ല. വ്യാഴം 4ൽ ചാരവശാൽ അത്ര നല്ലതല്ല. 2, 5, 7, 9, 11 ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോഴാണ് വ്യാഴം ഗുണത്തെ ചെയ്യുക. ഇവിടെ ജന്മലഗ്നാധിപൻ 4ൽ പോയി ശത്രുരാശിയിൽ നിൽക്കുന്നു എങ്കിലും ബന്ധുവായ സൂര്യൻ്റെ കൂടെ നിൽക്കുന്നു എന്നൊക്കെ നമുക്ക് ആശ്വസിക്കാം. 4ലെ സൂര്യനും നല്ലതല്ല. അപ്പോൾ വ്യാഴം ഇവിടെ ഒരു 30-35% ഏതെങ്കിലും വിധത്തിലുള്ള ഗുണം ചെയ്യൂ. താരതമ്യേന സാത്വിക ഗ്രഹമായതിനാൽ ദോഷം ചെയ്യുമ്പോൾ വലിയ ദോഷമൊന്നും ചെയ്യില്ല, നിസ്സഹായനായി കൈകെട്ടി നിൽക്കുമെന്നാണ് പറയാറുള്ളത്. അതുകൊണ്ട് 4-ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ട കാര്യങ്ങൾ വീട്, കുടുംബം, ജോലി, അതുപോലെ തന്നെ സൗഹാർദ്ദങ്ങൾ, മാതാവ്, മാതുലൻ, വാഹനം, ഉപാസനാമൂർത്തികൾ, പൊതുവായ തങ്ങളുടെ സൗഹൃദ സന്തോഷ ഇടങ്ങൾ എല്ലാം തന്നെ 4-ാം ഭാവം കൊണ്ട് ചിന്തിക്കണം. ആ ഭാവങ്ങളിൽ അത്ര വലിയ സമാധാനമോ വിജയമോ അനുകൂല ഭാവങ്ങളോ നമുക്കുണ്ടാവണം എന്നില്ല. 5ലെ ബുധനും 2, 4, 6, 8, 10 പിന്നെ 11 ആണ് ബുധൻ ഗുണം. അപ്പോൾ ഇവിടെ ബുധൻ 5ലാണ് നിൽക്കുന്നത്, ശത്രുവിൻ്റെ രാശിയിലുമാണ്. ബുധനെ കൊണ്ടും വലിയ ചിന്തകൾ വേണ്ട. 6ലെ ചൊവ്വയും കേതുവും ഗുണമാണ്. കടബാധ്യതയിൽ നിന്ന് മോചനവും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിലുണ്ടായിരുന്ന തടസ്സങ്ങൾക്ക് മാറ്റവും, ശത്രുതാ മനോഭാവത്തിൽ നിൽക്കുന്നവർ അത് മതിയാക്കി സഹകരിച്ചു മുന്നോട്ട് പോകുന്നതും, പൊതുവെയുള്ള ഊർജ്ജസ്വലതയും, കിട്ടാക്കടം എന്ന് വിചാരിച്ചിരുന്ന ധനം കിട്ടുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. തങ്ങളുടെ തന്നെ കടത്തിന് ഒരു നിയന്ത്രണം വരുത്താനും ഇവർക്ക് സാധിക്കുന്നതായി കാണുന്നു. ഉദര സംബന്ധമായി ശസ്ത്രക്രിയയോ മറ്റോ വേണ്ടി വന്നേക്കാം. എന്തായാലും ശത്രുവിന് മേൽ വിജയം, അതായത് തങ്ങളെ സ്വാധീനിച്ചിരുന്ന ദുർശക്തികൾക്ക് മേൽ വിജയമുണ്ടാകുകയും തടസ്സങ്ങളെ മാറ്റി മുന്നേറാനും ഇവർക്ക് സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. 2ലെ ശുക്രനാണ് ഇവർക്ക് ഏക ഗുണം. ദേവി തൊട്ടടുത്ത് നാവിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് തങ്ങളുടെ വാക്ക്, പ്രവർത്തനങ്ങൾ, 2-ാം ഭാവം കൊണ്ട് വാക്ക്, നാക്ക്, ജോലി, ഭൈമീ കുടുംബം, ഭാര്യാകുടുംബം, പൂർവിക സ്വത്ത് എല്ലാം ചിന്തിക്കണം. അപ്പോൾ അവിടം ശുക്രൻ നിൽക്കുമ്പോൾ സ്വാഭാവികമായും ഇവർക്ക് ഈ ഏരിയകളിലെല്ലാം തന്നെ ഗുണത്തെ ഉണ്ടാവണം. ധനപരമായ വരവ്, ജോലിയിൽ തികഞ്ഞ മികവ് കാണിക്കാനുള്ള സാധ്യത,
പൊതുവെയുള്ള ഇവരുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുകയും അതനുസരിച്ച് ധനപരമായും പ്രവർത്തനപരമായും ഒക്കെ ഇവരെ ചേർത്തു നിർത്തുകയും ചെയ്യുന്നതിനുള്ളൊരവസരം കാണുന്നുണ്ട്. ജന്മശനി ഉണ്ട് എന്നുള്ള കാര്യം ഇതിനെല്ലാം മുകളിൽ ചിന്തിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ആശങ്കയോ തടസ്സമോ പ്രശ്നങ്ങളോ വരാം. ജീവിതത്തിൻ്റെ പൊലിമ എവിടൊക്കെയോ നഷ്ടപ്പെട്ടു പോയതായിട്ടൊക്കെ തോന്നാം. പക്ഷേ എന്നാലും കാലമാണ്, മാറിക്കൊണ്ടിരിക്കുന്നു, ഇതിനൊക്കെ മാറ്റം വരും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 23, 24 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളായിട്ട് കാണുന്നു. ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക. ശനിദേവന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു ജാതകത്തിൽ ഉണ്ടാക്കുന്നെങ്കിൽ ശനീശ്വരനെ പ്രീതിപ്പെടുത്തുക. അതുപോലെ ധർമ്മശാസ്താവിനെയും അയ്യപ്പസ്വാമിയെയും പ്രീതിപ്പെടുത്തുക. നീരാഞ്ജനം കഴിപ്പിക്കുക. അതുപോലെ കടുംപായസം കഴിപ്പിക്കാം. കറുത്ത വസ്ത്രം സമർപ്പിക്കാം. കറുത്ത വസ്ത്രം ആ ദിവസങ്ങളിൽ ധരിക്കാം. ശനിയാഴ്ച ദിവസങ്ങളിൽ കാക്കയ്ക്ക് ഇടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കുക. തെരുവുനായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക. ഏറ്റവും വേദന അനുഭവിക്കുന്നവരെയും ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിക്കുന്നവരുടെയും കൂടെ അവരെ ചേർത്തു നിൽക്കാൻ ശ്രമിക്കുന്നത് ഈ സമയത്ത് വളരെ ഗുണത്തെ ചെയ്യും. അതുപോലെ തന്നെ വ്യാഴദോഷത്തിന് ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രം ജപിക്കുക. വ്യാഴാഴ്ച ദിവസം മഞ്ഞപ്പട്ട് സമർപ്പിക്കുക വിഷ്ണുദേവന്, അല്ലെങ്കിൽ നവഗ്രഹങ്ങളിൽ ബൃഹസ്പതിക്ക്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഇവർക്ക് കാണുന്നത് പാൽപ്പായസ നൈവേദ്യം, നെയ്വിളക്ക് കത്തിക്കൽ, ഇതൊക്കെയാണ്. അഷ്ടാക്ഷരി മന്ത്രം ജപിക്കുക, പരമപുണ്യം, പ്രത്യേകിച്ചും വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഓം നമോ നാരായണായ ജപിക്കുക. വ്യാഴദോഷം അങ്ങനെ പരിഹൃതമാകും. അതുപോലെ കേതുദോഷത്തിന് മഹാഗണപതിയെ ശരണം പ്രാപിക്കുക, കറുകമാല അർപ്പിക്കുക, ഉണ്ണിയപ്പ നിവേദ്യം ഓം ഗം ഗണപതയെ നമ അല്ലെങ്കിൽ ഓം ശ്രീ മഹാഗണപതയെ നമ എന്ന് ജപിക്കുക. നാഗദോഷത്തിന് നാഗദൈവങ്ങൾക്ക് നൂറും പാലും കൊടുക്കുക. അതുപോലെ അർച്ചനയ്ക്ക് കൊടുക്കുക. നാഗങ്ങളുടെ പ്രത്യേക ഉത്സവ ദിവസമായ ആയില്യ മഹോത്സവത്തിനോ അല്ലെങ്കിൽ ഏത് വ്യക്തികൾക്കാണോ പ്രശ്നം അവരുടെ നാളിനോ പക്കനാളിനോ കൊടുക്കുക. ഓം നാഗായ നമ എന്ന് ജപിക്കുക. എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.